കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വിനിയോഗിച്ചതും ജമാഅത്തെ ഇസ്ലാമി പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതും അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം, സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം എന്ന ലൈനിൽ നിന്നുകൊണ്ടായിരുന്നു. കേരളത്തിൽ നടന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി 140 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് സഹായിച്ചിരുന്നത്. അന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചത് സാമ്രാജ്യത്വത്തിനെതിരായി നിലകൊള്ളുന്ന, ഫാഷിസത്തിനെതിരായി നിലകൊള്ളുന്ന ഏറ്റവും നല്ല ഒരു ശക്തിയായി ഇന്ത്യയിലുടനീളം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളർന്നു വരണം എന്നായിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പിന്നാക്ക ജനവിഭാഗങ്ങളും മുസ്ലിം ജനസാമാന്യവും കൂടിച്ചേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പുനർനിർണയിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ലൈൻ ഉരുത്തിരിച്ചെടുക്കണം എന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി അത്തരത്തിലുള്ള ഒരു നയം സ്വീകരിച്ചത്. പക്ഷെ കഴിഞ്ഞ 4 വർഷത്തെ അനുഭവത്തിൽ നിന്ന് CPM ഒരു പാഠം പഠിച്ചു. CPM പഠിച്ച പാഠത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു പാഠവും പഠിക്കേണ്ടതായി വന്നു എന്നുള്ളതാണ്. CPM പഠിച്ച പാഠം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തെ സഹായിച്ചു. അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ക്രൈസ്തവ ജനവിഭാഗവും മുസ്ലിം ജനവിഭാഗവും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന്. പക്ഷെ 4 വർഷത്തെ അവരുടെ പ്രവർത്തനം കൊണ്ട് ക്രൈസ്തവ സമൂഹം പൂർണ്ണമായും ന്യായമായിട്ടോ അന്യായമായിട്ടോ ഇടതുപക്ഷത്തു നിന്ന് അകന്നു. പലപ്പോഴും അവരുടെ നേതൃത്വത്തെ പ്രകോപിപ്പിക്കുന്ന നിലപാടുകളാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള നിലപാട്, ആ നിലപാടിൽ ആ മാനേജ്മെന്റിന്റെ നിലപാടിനെ അംഗീകരിക്കുന്നവരല്ല നമ്മൾ. നമുക്ക് കൂടുതൽ അനുഭാവം ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളോട് തന്നെയാണ്. പക്ഷേ ആ നിലപാടുകൾ എവിടെയും എത്തിക്കുവാൻ ഗവൺമെന്റിനായില്ല. എന്നു മാത്രമല്ല, ക്രൈസ്തവ ജനവിഭാഗത്തെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റാനും അത് സഹായകമായി. മുസ്ലിം ജനവിഭാഗത്തിനു വേണ്ടി ഒരുപാട് ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നുവെങ്കിലും ആ ക്ഷേമ പദ്ധതികളൊന്നും നടപ്പാക്കാനായില്ല. ഒരു ന്യൂനപക്ഷ മന്ത്രാലയം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു, ആ മന്ത്രാലയം ഉണ്ടായില്ല. പാലോളി കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു, ആ കമ്മിറ്റിയുടെ ശുപാർശകൾ ഒന്നുപോലും നടപ്പാക്കുവാൻ ഗവൺമെന്റ് സന്നദ്ധമായില്ല. സർക്കാരിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ ചില നിഗമനങ്ങളിൽ എത്തിയെങ്കിലും, ചില വഴികൾ സ്വീകരിച്ചുവെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടിയില്ല. ഫലത്തിൽ മുസ്ലിം ജനസാമാന്യവും ഇടതുപക്ഷത്ത് നിന്ന് അകന്നുപോയി എന്ന് ഇടതുപക്ഷം മനസ്സിലാക്കി. വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങളും യാതൊരു ഗുണവും ചെയ്തില്ല. ആ പരിഷ്കാരങ്ങൾ കൊണ്ട് കിട്ടിയ ഏക ഗുണം ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാർ ഇടതുപക്ഷത്തിൽ നിന്ന് പൂർവാധികം അകന്നുപോയി എന്നുള്ളതാണ്. ഈ അവസ്ഥയിൽ നിന്നാണ് CPM പാഠം പഠിച്ചത്. CPM പഠിച്ച പാഠം അടുത്ത തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ വോട്ടോ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടോ ഞങ്ങൾക്ക് ലഭിക്കുകയില്ല. പകരം കേരളത്തിൽ മറ്റൊരു ധാര വളർന്നു വരണം. ആ ധാര ന്യൂനപക്ഷ വിരുദ്ധ, ദലിത് വിരുദ്ധ ധാരയായിരിക്കണം എന്നവർ തീരുമാനിച്ചു. അതിനനുസരിച്ച് അവർ പാർട്ടി ലൈൻ തയ്യാറാക്കി അണികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. CPMനെ പോലെയുള്ള ഒരു മതേതര പ്രസ്ഥാനം കേരളത്തിലുള്ള എല്ലാ വർഗീയ, ജാതീയ, സാമുദായിക, മത ചേരിതിരിവുകളുടെയും ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന്
ആ ജാതീയതയെയും സാമുദായികതയെയും ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ പ്രവർത്തിക്കണമെന്ന് അണികൾക്ക് നിർദ്ദേശം നൽകി. കൊല്ലത്ത് വെച്ച് ഒരു യോഗത്തിൽ മൈക്ക് ഓഫാക്കാൻ മറന്നതുകൊണ്ട് പത്രപ്രവർത്തകർ അത് വായിച്ചെടുത്തു. CPM എങ്ങനെയാണ് കേരളത്തിലെ ജാതീയ വിഭാഗീയതകളെയും മതവിഭാഗീയതകളെയും ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്നത് മൈക്ക് ഓഫാക്കാത്തതുകൊണ്ട് പുറത്തു വന്നുപോയ ആ പ്രഭാഷണത്തിലൂടെ ജനം അറിഞ്ഞു. മുസ്ലിം വിരുദ്ധതയും ദലിത് വിരുദ്ധതയും എങ്ങനെ ആളിക്കത്തിക്കണം എന്നതായിരുന്നു പിന്നീട് അവരുടെ പ്രവർത്തന ലക്ഷ്യം, ചിന്ത. ജമാഅത്തെ ഇസ്ലാമിയെ അവർ കരുവായി സ്വീകരിച്ചു, മുസ്ലിം വിരുദ്ധത ഊതിവീർപ്പിക്കുന്നതിന്. PDPയെ കുറിച്ച് അവർക്ക് അങ്ങനെ പറയുവാൻ കഴിയുമായിരുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഅ്ദനിയുമായി വേദി പങ്കിട്ടതും ചങ്ങാത്തമുണ്ടാക്കിയതുമാണ്. പെട്ടെന്ന് PDPയെ പറയുമ്പോൾ അതൊരു പ്രശ്നമായി. INL മുന്നണിയുടെ ചാരത്ത് കഴിഞ്ഞുകൂടിയ സംഘടനയാണ്. അതുകൊണ്ട് അവരെക്കുറിച്ചും പെട്ടെന്നൊരു വർത്തമാനം പറയാൻ കഴിയുമായിരുന്നില്ല. എപ്പോഴും ആരോടും ബാധ്യതയില്ലാതെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയെ CPM കണ്ടെത്തി. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ CPM മാത്രമല്ല ഇത്തരം ഘട്ടങ്ങളിൽ കണ്ടെത്താറുള്ളത്. ഒരു വിപ്പിംഗ് ബോയ് ആവശ്യമായി വരുമ്പോൾ കോൺഗ്രസ് സർക്കാരും ജമാഅത്തെ ഇസ്ലാമിയെ തന്നെയാണ് കണ്ടെത്താറുള്ളത്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നിരവധി ഹൈന്ദവ സംഘടനകളെ നിരോധിച്ചപ്പോൾ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ നിന്ന് നിരോധിക്കാൻ കണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്തെങ്കിലും ദേശദ്രോഹ നടപടികൾ സ്വീകരിച്ചതുകൊണ്ടായിരുന്നില്ല അത്, മറിച്ച് തൂക്കമൊപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു എന്ന് ഇന്ദിരാഗാന്ധി തന്നെ അന്ന് വിശദീകരിച്ചിട്ടുള്ളതാണ്. 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് രക്തസാക്ഷിയായപ്പോൾ ബാബരി മസ്ജിദ് തകർത്ത സംഘടനകളെ നിരോധിക്കുന്ന കൂട്ടത്തിൽ നിരോധിച്ചതും ജമാഅത്തെ ഇസ്ലാമിയെയായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തതുകൊണ്ടായിരുന്നില്ല അത്, ആ സമയത്ത് ഏതെങ്കിലും വർഗീയ കലാപത്തിന് നേതൃത്വം നൽകിയതുകൊണ്ടായിരുന്നില്ല അത്. തൂക്കമൊപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം സമൂഹത്തിൽ നിന്നും ഒരു സംഘടന വേണം എന്ന് വിചാരിച്ചതുകൊണ്ടായിരുന്നു. കോൺഗ്രസ് ചെയ്തിട്ടുള്ള അബദ്ധം CPM-ഉം ചെയ്തു എന്ന് മാത്രം. മുസ്ലിം വിരുദ്ധത കേരളത്തിൽ ആളിപ്പടർത്തുന്നതിനു വേണ്ടി, ഹിന്ദു വോട്ട് സമാഹരിക്കുന്നതിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് CPM-ന്റെ സെക്രട്ടറി പറയാൻ തുടങ്ങി. പ്രഗത്ഭരായ മന്ത്രിമാരും ആ ആരോപണം ഏറ്റെടുത്തു. ജമാഅത്തെ ഇസ്ലാമി ഒരു നന്മയെയും അംഗീകരിക്കാത്ത പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി ദൈവരാജ്യത്തിന് പരിശ്രമിക്കുന്ന പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി ദേശീയ അന്തർദേശീയ ബന്ധങ്ങളുള്ള പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി വർഗീയത പ്രചരിപ്പിക്കുന്ന പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ധാരാളമായി വിദേശത്ത് നിന്ന് ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അഴിച്ചുവിട്ടത്. പക്ഷെ ഈ ആരോപണങ്ങൾ ഒന്നുപോലും കേരളത്തിലെ ജനത അംഗീകരിച്ചില്ല. ആ ആരോപണങ്ങളെല്ലാം റബ്ബർ പന്തിലടിച്ചതുപോലെ CPM-നെതിരായി തന്നെ തിരിഞ്ഞടിച്ചു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. സകല ജാതീയതകളെയും വർഗീയതകളെയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനം CPM ആണ് എന്ന് നിരവധി സംഭവങ്ങളിലൂടെ കേരള ജനത മനസ്സിലാക്കി. ജമാഅത്തെ ഇസ്ലാമി എല്ലാ നന്മകളെയും എതിർക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്ന CPM തന്നെയാണ് നന്മകളെ എതിർക്കുന്നതെന്നും അടുത്ത കാലത്തായി അവർക്ക് നന്മയെന്ന് പറയുന്നത് കോർപ്പറേറ്റ് മുതലാളിമാരുടെയും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെയും നന്മ മാത്രമാണെന്നും കേരള ജനത തിരിച്ചറിയും.
ദേശീയ അന്തർദേശീയ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ആരോപണം, ചരിത്രം, സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് CPM-ന് നേരെ തന്നെയുള്ള തിരിച്ചടിയായി മാറി. ഇപ്പോൾ വിമർശനങ്ങൾ എവിടെ നിന്നും കേൾക്കാനില്ല. CPM-ന്റെ നേതൃത്വം നിശബ്ദമായി. ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ അടിവച്ചടിവച്ച് പുതിയ പ്രവർത്തന രീതികൾ ആവിഷ്കരിച്ച്, പുതിയ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേരള ജനതയിൽ വേരുറച്ചുകൊണ്ടിരിക്കുകയാണ്.